സാറേ ഞാനിപ്പോഴേ ഒരു 50 ലക്ഷം രൂപ ലോൺ എടുത്തൊരു വീട് വെക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പം നമുക്കൊരു 9% നമ്മളൊരു ഇൻട്രസ്റ്റ് റേറ്റ് അതിന് പേ ചെയ്യേണ്ടി വരും. ഇപ്പം ഇതിനൊരു കാലാവധി ഒരു 30 വർഷമുണ്ട്. അപ്പം നമ്മളിപ്പോൾ 50 ലക്ഷം എടുക്കുന്നത് ഓൾമോസ്റ്റ് അതിൻ്റെ 1-2 ഇരട്ടി നമ്മൾ അധികമായിട്ട് പേ ചെയ്യേണ്ടി വരും അല്ലേ? അപ്പം നമ്മൾ ഈ അടയ്ക്കുന്ന എമൗണ്ട്, അതായത് ഇത് നമ്മളുടെ എഫേർട്ട് തന്നെയാണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്ന എമൗണ്ട് നമ്മൾ ഇങ്ങനെ ബാങ്കിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചെടുക്കാൻ നമുക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ? ഇപ്പോൾ നോർമൽ സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ രഞ്ജിത്ത് ഇപ്പോൾ ഒരു 50 ലക്ഷം രൂപ ലോൺ എടുക്കണമെന്ന് വിചാരിച്ചു. 50 ലക്ഷം രൂപ ലോൺ 9% ഇൻട്രസ്റ്റിൽ 30 വർഷത്തേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ EMI വരുന്നത് ഏകദേശം ഒരു 41,000 രൂപയാണ്. 41,000 രൂപ. അതായത് രഞ്ജിത്ത് എടുത്തിരിക്കുന്ന ലോൺ 50 ലക്ഷം രൂപയാണ്. ഈ 30 വർഷം കൊണ്ട് തിരിച്ചടച്ച് കഴിയുമ്പോൾ മൊത്തം അടയ്ക്കേണ്ടി വരുന്ന തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,44,00,000 രൂപ. അതായത് ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു 95 ലക്ഷം രൂപയോളം എക്സ്ട്രാ ഇൻട്രസ്റ്റ് ആയിട്ട് അടയ്ക്കേണ്ടി വരും. അത് 95 ലക്ഷം രൂപയാണ് രഞ്ജിത്തിനെ സംബന്ധിച്ച് എക്സ്ട്രാ അടയ്ക്കേണ്ടി വരുന്ന ഒരു തുക. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു എമൗണ്ട് നമുക്ക് മൊത്തം റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഈ 41,000 രൂപയുള്ള EMI അതിൻ്റെ ഒരു 10% എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4,000 രൂപ വെച്ച് നമ്മളൊരു SIP വഴി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഓൺ ആൻ ആവറേജ് ഇപ്പോൾ ഒരു 12% റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ 30 വർഷം കൊണ്ട് നമ്മൾ ടോട്ടൽ അടക്കുന്ന എമൗണ്ട് 14,40,000 രൂപയാണ്. ഈ 14,40,000 രൂപ ആ സമയമാകുമ്പോഴേക്കും ഏകദേശം 1,41,00,000 രൂപയോളം ആയിട്ടുണ്ടാവും. അപ്പോൾ 1,41,00,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മൾ ഇൻട്രസ്റ്റ് മാത്രമല്ല നമ്മളെ പ്രിൻസിപ്പൾ ഉൾപ്പെടെയുള്ള ഫുൾ എമൗണ്ടും നമുക്ക് ഈ പറഞ്ഞ ഒരു മെത്തേഡിലൂടെ നമുക്ക് ഈ പറഞ്ഞ ടേം കൊണ്ട് നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഈ ഒരു മെത്തേഡ് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നത് എത്രത്തോളം ലോങ്ങർ ടൈമിലേക്ക് പോകാൻ പറ്റുമോ അത്രത്തോളം ലോങ്ങർ ടൈമിലേക്ക് പോകുമ്പോഴാണ് ഈ മെത്തേഡ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റായിട്ട് മാറുന്നത്. കാരണം കോമ്പൗണ്ടിങ്ങിൻ്റെ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് ആ സമയത്താണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ എടുക്കുന്ന ലോൺ EMIയുടെ ഏകദേശം ഒരു 10% 15% തുക നിങ്ങളെ സംബന്ധിച്ച് SIP വഴി ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു 15-20 വർഷം കഴിയുമ്പോഴേക്കും ഓൾമോസ്റ്റ് നിങ്ങൾ ആ ലോണിലേക്ക് അടച്ച ഇൻട്രസ്റ്റ് ഫുൾ എമൗണ്ടും ഈ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. ഒരു 30 വർഷത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ഉൾപ്പെടെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അത് നമ്മൾ ലോൺ എടുക്കുന്നതിന് മുമ്പ് നമ്മളിതൊന്ന് പ്ലാൻ ചെയ്യുക. കാരണം 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫോർഡബിൾ. ഇപ്പോൾ ഒരു 40,000 രൂപ എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു 4,000 രൂപ കൂടി എക്സ്ട്രാ അടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 4,000 രൂപ എക്സ്ട്രാ ഈ ലോണിലേക്ക് അടക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹം എടുത്തിരിക്കുന്ന ലോൺ 30 വർഷത്തേക്കാണ്. അത് ഇപ്പം ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു 108 മാസം, അതായത് ഒരു ഇൻട്രസ്റ്റിൽ 33 ലക്ഷം രൂപ ഇദ്ദേഹത്തിന് ലാഭിക്കാൻ പറ്റും. പക്ഷേ ഏതാണ് ഫിനാൻഷ്യലി ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ എമൗണ്ട് 33 ലക്ഷം രൂപ ലാഭമല്ല, നമുക്ക് ഏകദേശം ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും ഉൾപ്പെടെയുള്ള ഫുൾ എമൗണ്ട് 30 വർഷം കൊണ്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ലാഭകരം ഫിനാൻഷ്യൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ കേസ് തന്നെ ആയിരിക്കും. പക്ഷെ ചിലവരെ സംബന്ധിച്ച് ഈ ലോൺ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മെൻ്റലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ലോൺ ക്ലോസ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത്. ഞാനൊരു 5 വർഷം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഓൾമോസ്റ്റ് എൻ്റെ ഒരു സാലറിയുടെ ഒരു 40% വെച്ച് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഞാൻ 5 വർഷമേ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ 5 വർഷം ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല. ഒരു ഡിഫർമേഷൻ പീരീഡിൽ നമ്മൾ ഇട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് എനിക്കിപ്പോൾ ഒരു 10ാമത്തെ വർഷം അല്ലെങ്കിൽ 11ാമത്തെ വർഷം തൊട്ട് എനിക്കൊരു ലൈഫ് ലോങ് പെൻഷൻ എനിക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടുമോ?